എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ മീറ്റർ സർവീസിൽ ഇത് ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ചെറിയൊരു പൈസക്ക് ഇത് നന്നായി കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്? സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് മുമ്പൊക്കെ ടി വിൻ്റെ സർവീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സാധാരണ രീതിയിൽ ഇതിപ്പം മീറ്ററിനൊക്കെ നല്ല റേറ്റാണ് വരുന്നത്. അപ്പം ചുരുങ്ങിയ റേറ്റിൽ ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുക, അതായത് ചുരുങ്ങിയ റേറ്റിന് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മളെന്താ പറയുക, ഒരു സോഷ്യൽ സർവീസ് പോലെ ചെയ്യണമെന്ന് മാത്രം. എല്ലാവരും സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ വളരെ ചുരുങ്ങിയ റേറ്റിലും ഇതിപ്പോൾ ഏകദേശം ഒരു 2000-3000 റേഞ്ചിൽ ചിലവാക്കേണ്ട ഒരാൾ ഏകദേശം ഒരു 500-600 രൂപയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ല. വലിയ കാര്യമാണ്. കാരണം ഈ ഇരുചക്രവാഹനം എന്ന് പറഞ്ഞാൽ നമ്മളെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാത്തൊരു ഘടകമാണ് അല്ലേ. അപ്പോൾ ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ചെയ്തല്ലേ. രണ്ട് കാര്യമാണ് ഇപ്പോൾ സേവനം. ഇപ്പോൾ കൂടുതൽ നമ്മളെ ഉപജീവന മാർഗം രണ്ടും കൂടെ കൂടി ആയിക്കോട്ടെ. സന്തോഷമുള്ള കാര്യം. മാർക്കറ്റിൽ ചില മീറ്ററിൻ്റെ പാർട്സുകളൊന്നും കിട്ടാത്തതുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് ഏകദേശം ഒരു 10-12 ദിവസം ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്, ലഭ്യമാണ്. പിന്നെ നമ്മൾ എല്ലാ ജില്ലയിൽ നിന്നും നമ്മൾ സർവീസ് എടുക്കുന്നുണ്ട്. കൊറിയറായിട്ട് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സർവീസ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരുന്നതായിരിക്കും.